ഇത്തവണ ക്രിസ്മസ് സെലിബ്രേഷന് ചച്ചനൊരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞപ്പോഴേക്കും ചെയ്തു കൊടുക്കാനായിട്ട് എനിക്ക് ഒട്ടും കഴിയില്ലായിരുന്നു കേട്ടോ. കാരണം നമുക്ക് പുറത്തേക്കുള്ള കസ്റ്റമറുടെയൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ അന്നേരം തയ്ച്ച് തീർന്നിട്ടുണ്ടായിരുന്നില്ലേ. പൈസ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാം, പുറത്തുനിന്ന് റെഡിമെയ്ഡായിട്ട് ഡ്രസ്സ് എടുത്തോളം പറഞ്ഞെങ്കിലും അമ്മ ഞങ്ങൾക്ക് തയ്ച്ചു തരണം, അത്രേ ആകുമോ റെഡിമെയ്ഡ് ഡ്രസ്സ് എന്നുള്ള ഒരു ചോദ്യത്തിന് പിന്നെ എനിക്ക് മറുപടി ഇല്ലായിരുന്നു കേട്ടോ. അതൊരു സത്യം തന്നെയാട്ടോ. കാരണം അവർക്ക് വേണ്ടി ചെയ്യണ ഓരോ ഡ്രസ്സിൽ നിന്നുമാണ് എനിക്ക് അടുത്ത ഒരു വർക്കൊക്കെ ചെയ്യാനാണെങ്കിൽ ഒരു കോൺഫിഡൻസ് കിട്ടുന്നത് തന്നെ. പിന്നെ ഇങ്ങനെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് മെറ്റീരിയൽ പൈസ കൊടുത്ത് വാങ്ങിക്കാനായിട്ടും എനിക്ക് കുറച്ച് മടിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു സമയത്താണ് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് കർട്ടൻ്റെ മെറ്റീരിയൽ എനിക്ക് കിട്ടിയത്. അപ്പോൾ കർട്ടനെങ്കിൽ കർട്ടൻ എന്ന് കരുതിയിട്ട് അതും ഈ ഒരു ക്രിസ്മസ് തീം ആയതുകൊണ്ടിട്ട് തന്നെ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ. ആ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് വെട്ടിയിട്ട് അവൾ പറഞ്ഞ മോഡലിൽ തന്നെയാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഫ്രില്ലൊക്കെ ആണെന്നുണ്ടെങ്കിലും ആദ്യം വെട്ടിയിട്ടൊന്നും ശരിയാവണുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനൊരു കുടത്തിൻ്റെ ഷേപ്പിലൊക്കെ വെട്ടിയെടുത്തിട്ട് ആദ്യം കുളമായി പോയി, പിന്നെ ഞാൻ 2-3 പ്രാവശ്യം വെട്ടിയ ശേഷമാണ് അതൊന്ന് ശരിയാക്കി കിട്ടിയത്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഈ ഒരു ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.